Hey, this is me, Casac Benjali. പുതിയൊരു ബിസിനസ് വീഡിയോയിലേക്ക് സ്വാഗതം. പല പഠനങ്ങളും നടന്നിട്ടുണ്ട്. ലോകത്ത് തന്നെ പല പഠനങ്ങളും ഇന്ത്യയിൽ നടന്നിട്ടുണ്ട്. ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ട്. അങ്ങനെ വ്യത്യസ്തമായ പല പഠനങ്ങൾ നടന്നതിൽ നിന്നും വളരെ വ്യക്തമായിട്ടൊരു കാര്യം പറയുന്നത്, ഇന്ത്യയിലെ 90% സ്റ്റാർട്ടപ്പുകളും തുടങ്ങി ആദ്യത്തെ 5 വർഷത്തിനുള്ളിൽ പൂട്ടിപ്പോകുന്നു എന്നതാണ് കണക്കുകൾ നിരത്തിക്കൊണ്ട് പല പഠനങ്ങളും തെളിയിക്കുന്ന കാര്യം. നമ്മുടെ നാട്ടിലുള്ള സ്മോൾ ബിസിനസ് എന്ന് പറയുന്നത് ഞാൻ ഉദ്ദേശിക്കുന്നത് സാധാരണ രീതിയിലുള്ള കൺവെൻഷണൽ ബിസിനസ്സുകൾ. ഇന്ന് 2 ടൈപ്പ് ബിസിനസ്സുകളാണ് ലോകത്തുള്ളത്. ഒന്ന് സ്റ്റാർട്ടപ്പ് ബിസിനസ്സും ഒന്ന് കൺവെൻഷണൽ ആയിട്ടുള്ള സ്മോൾ ബിസിനസ് എന്ന് പറയുന്ന കാറ്റഗറി. സ്മോൾ ബിസിനസ് പലപ്പോഴും ഹ്യൂജ് ഫണ്ടിങ് ഒക്കെ ആവശ്യമുള്ളതിനാണ്. എന്നാൽ പോലും നമ്മളതിനെ കൺവെൻഷണൽ പാറ്റേണിലുള്ള അതിൻ്റെ സ്കെയിലബിലിറ്റി കമ്പാരിറ്റീവ്ലി കോസ്റ്റ് എലമെന്റ് ഉള്ളത് കൊണ്ട് തന്നെ നമ്മളതിൻ്റെ സ്മോൾ ബിസിനസ് എന്ന് പറയും. ഇങ്ങനെയുള്ള ബിസിനസ്സുകളാണെങ്കിൽ പോലും, ഇപ്പോൾ സ്മോൾ ബിസിനസ് ആണെങ്കിൽ പോലും വലിയൊരളവ് വരെ 5 വർഷത്തിനുള്ളിൽ പൂട്ടിപ്പോകുന്നവ തന്നെയാണ്. നമ്മുടെ നാട്ടുകളിലൂടെ അല്ലെങ്കിൽ നമ്മുടെ അങ്ങാടികളിലൂടെ നമ്മുടെ ടൗണുകളിലൂടെ നടന്നു കഴിഞ്ഞാൽ പോലും വളരെ കുറച്ച് ബിസിനസ്സുകൾ മാത്രമാണ് 5, 10, 15 വർഷം സർവൈവ് ചെയ്യുന്ന പല ബിസിനസ്സുകളും വലിയ തോതിൽ പൂട്ടിപ്പോകുന്നുണ്ട്. ഇതെന്തുകൊണ്ടാണ് പൂട്ടിപ്പോകുന്നത്? ഈ ബിസിനസ് പൂട്ടിപ്പോകുന്നതിൻ്റെ പല കാരണങ്ങളുണ്ട്. ഒരുപാട് കാരണങ്ങൾ നമുക്ക് പറയാൻ പറ്റും. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാരണമാണ് മിസ്സിങ് കസ്റ്റമേഴ്സ് വാല്യൂ ഇന്നോവേഷൻ. കസ്റ്റമേഴ്സ് വാല്യൂ ഇന്നോവേഷൻ അതായത് ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഐഡിയ, ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ബിസിനസ് മോഡൽ എന്ന് പറയുന്നത് ഒരു ബിസിനസ്സിൽ വിജയിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഘടകമാണ്. നിങ്ങൾ സ്മോൾ ബിസിനസ്സിലാണെങ്കിലും സ്റ്റാർട്ടപ്പ് ബിസിനസ്സിലാണെങ്കിലും അത് വലിയ രീതിയിൽ വിജയിക്കുന്നതിൽ പലപ്പോഴും ഇന്നോവേഷൻസിന് വലിയ റോളുണ്ട്. അപ്പോൾ നിങ്ങൾ പറയുന്നുണ്ടാവും, ഫ്ലിപ്കാർട്ട് ഇന്നോവേഷൻ അല്ലല്ലോ, ആമസോണിൻ്റെ കോപ്പി അല്ലേ? യെസ്, ശരിയാണ്. മിക്ക ബിസിനസ്സുകളും അല്ലെങ്കിൽ വലിയ പല ബിസിനസ്സുകളും വിജയിച്ചിരിക്കുന്നത് ഫസ്റ്റ് മൂവർ ആയിട്ടല്ല, എന്നാൽ അപ്ഡേറ്റഡ് ആയിട്ടുള്ള സെക്കൻഡ് മൂവറോ തേർഡ് മൂവറോ ആണ് വിജയിച്ചിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് മൂവർ പലപ്പോഴും ഇപ്പോൾ ഓർക്കൂട്ടായിരുന്നു സോഷ്യൽ മീഡിയയിൽ ഞാനൊക്കെ എക്സ്പീരിയൻസ് ചെയ്ത ഒരു ഫസ്റ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത്, ഒരു മീഡിയ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. എന്നാൽ ഓർക്കൂട്ട് വിജയിച്ചില്ല. പക്ഷേ ഓർക്കൂട്ടിൻ്റെ പരിമിതികളും പരിഹരിച്ചു. അതുപോലെ തന്നെ യാഹൂ ചാറ്റ് ഗ്രൂപ്പുകൾ ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും അത് ഒരു കാലത്ത് വലിയൊരു കൂട്ടായ്മയാണെങ്കിലും അതിനും ഒരു പരിധി വിട്ട് സ്കെയിൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഓർക്കൂട്ട്, യാഹൂ ചാറ്റ് ഗ്രൂപ്പ് ഒന്നുമല്ലാത്ത ഫേസ്ബുക്കിലേക്ക് എത്തിയപ്പോഴാണ് ഹ്യൂജ് ആയിട്ടുള്ള എക്സ്പോണൻഷ്യൽ ഗ്രോത്തിലേക്ക് എത്തിയത്. അപ്പോൾ ഫേസ്ബുക്ക് ഒരു ഫസ്റ്റ് മൂവർ അല്ല, പക്ഷേ വളരെ കൃത്യമായിട്ട് ഈ ഫസ്റ്റ് മൂവറുടെ പരിമിതികളും മനസ്സിലാക്കിയിട്ട് അതിനെ ഏറ്റവും ഇന്നോവേറ്റീവായിട്ട് അപ്ഡേറ്റ് ചെയ്യുകയാണ് ഫേസ്ബുക്ക് ചെയ്തത്. അപ്പോൾ നിങ്ങൾ നിലവിൽ തുടങ്ങി വെച്ച ഏതെങ്കിലും പ്ലാറ്റ്ഫോമോ അല്ലെങ്കിൽ പാറ്റേണോ ഫോളോ ചെയ്യുന്നു എന്ന് വിചാരിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷെ അതിനെ തന്നെ മാർക്കറ്റിൽ അതുവരെ ഇല്ലാത്ത ഡിസ്റപ്റ്റീവ് ആയിട്ടുള്ള ഒരു ഇന്നോവേറ്റീവ് മോഡൽ അതിനകത്ത് സെറ്റ് ചെയ്യാനുണ്ടായിരിക്കണം. അതല്ലാത്തത് പലപ്പോഴും ഇപ്പം ഓല എന്ന് പറയുന്നത് ഊബറിൻ്റെ സെയിം പാറ്റേൺ കോപ്പി തന്നെയാണ്. പക്ഷെ അതിൻ്റെ ഒരു ഇന്ത്യൻ വേർഷനിലേക്ക് അതിനെ അപ്ഡേറ്റ് ചെയ്യാനും ഇന്ത്യയിൽ അതിനെ ഏറ്റവും ഫാസ്റ്റായിട്ട് കൂടുതൽ ആളുകളേക്ക് അക്സെപ്റ്റ് ചെയ്യുന്ന രീതിയിലേക്ക് സെറ്റ് ചെയ്യാൻ പറ്റിയെന്നുള്ളതാണ്. അതുപോലെ തന്നെയാണ് ഇപ്പം ഊബർ ഈറ്റ്സ് ആണെങ്കിലും സ്വിഗ്ഗി ആണെങ്കിലും ഒക്കെ. സ്വിഗ്ഗി എന്ന് പറയുന്നത് അതല്ലെങ്കിൽ സൊമാറ്റോ എന്ന് പറയുന്നതൊക്കെ ഊബർ ഈറ്റ്സിൻ്റെ അല്ലെങ്കിൽ സൊമാറ്റോയുടെ കോപ്പികളാണ് പലപ്പോഴും ഉണ്ടാകുന്നത്. അപ്പം ഇതിനെ വളരെ മനോഹരമായിട്ട് ഒരു ലോക്കൽ മാർക്കറ്റിലേക്കോ അല്ലെങ്കിൽ ഒരു രാജ്യത്തിൻ്റെ മാർക്കറ്റിലേക്കോ അപ്ഡേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് കുഴപ്പമുള്ള കാര്യമൊന്നുമല്ല. പക്ഷെ തുടർച്ചയായിട്ട് നിരന്തരമായിട്ട് അതേ പാറ്റേണിൽ തന്നെ പിന്നീട് കോപ്പി വരിക എന്ന് പറയുന്നത് പലപ്പോഴും ബിസിനസിന്റെ പരാജയത്തിന് കാരണമാണ്. ഇപ്പൊ ബൈജൂസ് വന്നു, ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്ന ട്രെൻഡ് അതാണ്. ബൈജൂസ് വന്നു. ബൈജൂസ് ലേണിംഗ് ആപ്പ് അല്ലെങ്കിൽ ലേണിംഗ് LMS, ലേണിംഗ് മാനേജ്മെന്റ് സിസ്റ്റം എന്ന രീതിയിലൂടെ ഗ്ലോബൽ മാർക്കറ്റിനെ ഗ്രാബ് ചെയ്ത് ഇന്ത്യയിൽ തന്നെ ആ സെഗ്മെന്റ് അല്ലെങ്കിൽ ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ വാല്യുവേഷൻ ഉള്ള ലേണിംഗ് മാനേജ്മെന്റ് സിസ്റ്റത്തിൽ വർക്ക് ചെയ്യുന്ന കമ്പനിയായിട്ട് ബൈജൂസ് മാറി. പിന്നീട് കണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ലേണിംഗ് മാനേജ്മെന്റ് സിസ്റ്റത്തിൻ്റെ പുറകെ പോയി. ഗവൺമെൻറ് സ്കൂളിൻ്റെ സിലബസുകളിലേക്ക് വേണ്ടിയിട്ട് സർക്കാർ സിലബസിൽ, CBSE സിലബസിൽ, ട്യൂഷൻ എല്ലായിടത്തും അതൊരു റെവല്യൂഷൻ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ ഒരു ഹ്യൂജ് ആയിട്ടുള്ള കോമ്പറ്റീഷൻ സെഗ്മെന്റ് വരുമ്പോൾ പക്ഷേ കസ്റ്റമേഴ്സിന് ഒരു പ്രത്യേകമായിട്ടൊരു വാല്യൂ ഇന്നോവേഷൻ അതിനകത്ത് ഫീൽ ചെയ്യാൻ കഴിയാതെ വരും. അത് പ്രധാനമായിട്ടുള്ളത് കസ്റ്റമേഴ്സ് വാല്യൂ ഇന്നോവേഷനും അപ്പുറത്ത് ബിസിനസ് തുടങ്ങുന്നത് ഓൺട്രപ്രണർ വാല്യൂ ഇന്നോവേഷൻ ആണ്. അത് ഓൺട്രപ്രണർക്ക് എങ്ങനെ കൂടുതൽ പണം കിട്ടും, കസ്റ്റമറുടെ പോക്കറ്റിലിരിക്കുന്ന പണം എൻ്റെ പോക്കറ്റിലേക്ക് ഇങ്ങനെ കൂടുതൽ ആവേശത്തോടെ എളുപ്പത്തിൽ വാങ്ങിക്കാം എന്നതാണ് ഈ പരാജയത്തിൻ്റെ പ്രധാന കാരണം. എനിക്ക് എങ്ങനെ പണം ഉണ്ടാക്കാം, എൻ്റെ ബിസിനസ്സിന് എങ്ങനെ വാല്യുവേഷൻ ഉണ്ടാക്കാം, എനിക്ക് എങ്ങനെ കൂടുതൽ പണം ഉണ്ടാക്കി കഴിയും, കസ്റ്റമറിൻ്റെ കയ്യിൽ നിന്ന് എനിക്ക് എങ്ങനെ കൂടുതൽ മാർജിൻ ഉണ്ടാക്കാം എന്ന ചിന്തയിലാണ് നിങ്ങളുടെ ബിസിനസ്സിലേക്ക് ഇറങ്ങുന്നതെങ്കിൽ തീർച്ചയായിട്ടും അതിനകത്ത് വാല്യൂ ഇന്നോവേഷൻ, കസ്റ്റമേഴ്സിൻ്റെ വാല്യൂ ഇന്നോവേഷൻ ഇല്ലെങ്കിൽ
പരാജയപ്പെടും. അപ്പോൾ കസ്റ്റമേഴ്സ് വാല്യൂ ഇന്നോവേഷൻ എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? കസ്റ്റമറുടെ ജീവിതം മെച്ചപ്പെടുത്തുക, കസ്റ്റമർക്ക് കൂടുതൽ സൗകര്യം കൊടുക്കുക, കസ്റ്റമറുടെ എക്സ്പീരിയൻസ് ബെറ്റർ ആക്കുക. കസ്റ്റമർ ഒരു ബിസിനസ്സിലാണെങ്കിൽ, നിങ്ങൾ B2B നിങ്ങളുടെ കസ്റ്റമർ എന്ന് പറയുന്നത് ബിസിനസ്സുകാരനാണ്. അയാൾക്ക് കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കുക, അയാളുടെ പ്രോസസ്സ് എളുപ്പമാക്കുക. അയാളുടെ ഇപ്പോൾ കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രിയിലാണെങ്കിൽ കൂടുതൽ നല്ലൊരു മെഷീനറി, അതുവരെ ഇല്ലാത്തൊരു കൺസ്ട്രക്ഷൻ മെഷീനറി കൊണ്ടുവന്നിട്ട് കോൺട്രാക്ടറുടെ കോസ്റ്റ് കുറയ്ക്കാൻ പറ്റുക തുടങ്ങിയ കസ്റ്റമർ, നിങ്ങളുടെ പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്നത് ആരാണോ അവർക്ക് ബെനിഫിറ്റ് ഉണ്ടാകുന്ന രീതിയിലേക്കുള്ള ഇന്നോവേഷൻ മിസ് ചെയ്യുന്നു എന്നുള്ളതാണ് ബിസിനസ്സുകളുടെ പരാജയപ്പെടലിന്റെ പ്രധാനപ്പെട്ട കാരണം. കാരണം കസ്റ്റമറുടെ ഒരു ബിസിനസ് തുടങ്ങുന്നതിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഘടകം കസ്റ്റമറുടെ നീഡ് ഐഡന്റിഫൈ ചെയ്യുന്നുള്ള. കസ്റ്റമർക്ക് എക്സിസ്റ്റിംഗ് നീഡ് ഉണ്ടാവും, എക്സിസ്റ്റിംഗ് ആയിട്ട് ഉള്ള പ്രോബ്ലം പരിഹരിക്കപ്പെടാതെ കിടക്കുന്ന പ്രോബ്ലം അതെന്താണെന്ന് ഐഡന്റിഫൈ ചെയ്ത് അത് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബിസിനസ് മോഡലുകളാണ് സക്സസ് ആവുന്നത്. അതോടൊപ്പം തന്നെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള മോഡൽ. ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് കസ്റ്റമറുടെ പ്രോബ്ലം, ഫ്യൂച്ചറിൽ എന്തായിരിക്കും കസ്റ്റമറുടെ പ്രോബ്ലം? ഫോർ എക്സാമ്പിൾ ടെസ്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ഇലക്ട്രിക് കാർ തുടങ്ങുന്ന സമയത്ത് എക്സിസ്റ്റിംഗ് ആയിട്ട് ജനങ്ങൾ അതിന് എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് ആയിട്ട് കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം അതൊരു പ്രോബ്ലം ആയിട്ട് ഫീൽ ചെയ്തില്ല. പക്ഷേ ഒരു രാജ്യത്ത് അല്ലെങ്കിൽ ലോകത്തെ സംബന്ധിച്ചിടത്തോളം എമിഷൻ എന്ന് പറയുന്നത്, കാർബൺ എമിഷൻ എന്ന് പറയുന്നത് വലിയൊരു പ്രോബ്ലമായി നിൽക്കുന്നു. അതിനെ കസ്റ്റമറുടെ പ്രോബ്ലവുമായിട്ട് റിലേറ്റ് ചെയ്തുകൊണ്ട്, ഫ്യൂച്ചർ പ്രോബ്ലമായി റിലേറ്റ് ചെയ്തുകൊണ്ടാണ് ടെസ്ലയുടെ ഇലക്ട്രിക് കാർ വരുന്നത്, സ്പേസ് എക്സ് വരുന്നു. അത് നിലവിൽ അതൊരു പ്രോബ്ലം അല്ല, അതൊരു നീഡ് പോലുമല്ല. പക്ഷെ ഭാവിയിൽ അതൊരു പക്ഷേ ആളുകൾക്ക് ബാക്കി എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചു കഴിഞ്ഞാൽ പോലും മാർസിലേക്ക് പോകുക എന്ന് പറയുന്ന ഒരു ലക്ഷറി ഫീൽ ആയിട്ട് മാറാം. മാർസിൽ പോയി വന്ന ആളാണ് ഞാൻ എന്ന് പറയുന്നത് ഒരു ലക്ഷറി അല്ലെങ്കിൽ ഒരു ഈഗോ നീഡായിട്ട് മാറാം ഒരു പക്ഷേ. അതും കൂടെ ഐഡന്റിഫൈ ചെയ്യുന്നതിന്റെ ഭാഗം അതിനെയാണ് നമ്മൾ പറയുന്നത് ഫ്യൂച്ചർ നീഡ് എന്ന് പറയുന്നത്, കസ്റ്റമറുടെ ഫ്യൂച്ചറിന്. അതിന് ധാരാളം എക്സാമ്പിൾസ് ഉണ്ട്. അപ്പം നമുക്കറിയാം ഇന്നോവേഷൻ എന്ന് പറയുന്നതിന് നമ്മൾ ഇന്ത്യൻ വേർഷനിൽ നമ്മൾ ഇന്നോവേഷൻ എന്ന് പറയുന്നത്, ഫോർ എക്സാമ്പിൾ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ പലപ്പോഴും അത് അമേരിക്കൻ കമ്പനീസിന്റെ കോപ്പീസ് തന്നെ. ഞാൻ അതിനെ ബ്ലെയിം ചെയ്യില്ല. അതിനെ ഒരു സക്സസ്ഫുൾ ബിസിനസ് മോഡലാക്കി അല്ലെങ്കിൽ ഇന്ത്യൻ കൾച്ചറിലേക്ക് അല്ലെങ്കിൽ ലോക്കലൈസ് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അതിൻ്റെ ഒരു സ്ലൈറ്റ് ഇന്നോവേറ്റീവ് വേർഷൻ തന്നെയാണ്. എന്നാൽ ഒട്ടും ഇന്നോവേറ്റീവ് അല്ലാത്ത റിപ്പീറ്റേഷൻ വരുമ്പോൾ, ആളുകൾക്ക് മടുക്കുന്ന രീതിയിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് അവിടെ ഹ്യൂജ് കോമ്പറ്റീഷൻ നേരിടേണ്ടി വരും. നിങ്ങൾക്ക് മാർജിൻ കിട്ടില്ല, നിങ്ങളുടെ ബിസിനസിന്റെ സ്കെയിലബിലിറ്റി വളരെ വലിയ രീതിയിൽ റിസ്ക് ആയിട്ട് മാറും. ഇത് തന്നെയാണ് പല സ്റ്റാർട്ടപ്പുകളും അല്ലാത്ത ബിസിനസ്സൊക്കെ പൂട്ടിപ്പോകാൻ കാരണം. ഇപ്പോൾ ജാക്മ തുടങ്ങി വെച്ച അലിബാബ എന്ന് പറയുന്ന ആ ഒരു ബിസിനസിന്റെ മോഡൽ നിങ്ങൾക്ക് എടുത്ത് പരിശോധിക്കും. ഇത് കറക്റ്റായിട്ടും ഒരു നീഡ് ബേസ്ഡ് ബിസിനസ് മോഡലായിരുന്നു. കാരണം അദ്ദേഹം അമേരിക്ക സിലിക്കൺ വാലി സന്ദർശിക്കാൻ ഇടവരികയും ഇന്റർനെറ്റ് എന്ന് പറയുന്ന ഒരു സാധ്യതയെക്കുറിച്ച് മനസ്സിലാക്കുകയും ഇന്റർനെറ്റ് ബൂമിനെ കുറിച്ച് കേട്ടറിയുകയും ചെയ്തു. തൻ്റെ കൂട്ടുകാരുമായിട്ട് ഡിസ്കസ് ചെയ്തു, പല രീതിയിലും ഫണ്ട് കളക്ട് ചെയ്ത് നോക്കി, കിട്ടിയില്ല. അപ്പോൾ തൻ്റെ കൂട്ടുകാരന് ശേഖരിച്ച ശേഷം $2000 വെച്ചുകൊണ്ടാണ് അലിബാബ എന്ന് പറയുന്ന ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം തുടങ്ങുന്നത്. തീർച്ചയായിട്ടും അതിൻ്റെ പർപ്പസ് ഉണ്ടായിരുന്നു. കാരണം ചൈനയിലെ പല ചെറുകിട വ്യവസായികൾക്കും അവരുടെ നല്ല ക്വാളിറ്റി ഉള്ളതോ അല്ലെങ്കിൽ അട്രാക്റ്റീവ് ആയുള്ള പ്രോഡക്റ്റിനെയോ ലോകത്തിന്റെ ഗ്ലോബൽ മാർക്കറ്റിലേക്ക് പരിചയപ്പെടുത്തി കൊടുക്കാനുള്ള അവസരം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവരുടെ കഴിവിനെയോ അവരുടെ ആ സ്കില്ലിനെയോ റിസോഴ്സിനെയോ ചൈനയ്ക്കോ അല്ലെങ്കിൽ അവർക്ക് തന്നെയോ ഉപയോഗപ്പെടുത്താൻ കഴിയുന്നില്ല. അതിനുള്ളൊരു പ്ലാറ്റ്ഫോം ഒരുക്കി കൊടുക്കുക എന്നതായിരുന്നു കസ്റ്റമർ. അന്ന് ചെറുകിട വ്യവസായികൾ നേരിടുന്ന MSME സെഗ്മെന്റിലുള്ള സ്മോൾ ആൻഡ് മീഡിയം സ്കെയിൽ ഇൻഡസ്ട്രിയിലുള്ള ബിസിനസ്സുകാർ നേരിടുന്ന പ്രശ്നത്തെയാണ് യഥാർത്ഥത്തിൽ അവിടെ ജാക്മ അഡ്രസ് ചെയ്തത്. അതൊരു നീഡ് ബേസ്ഡ് ബിസിനസ് മോഡലായിരുന്നു. ഇത് തന്നെയാണ് ബിസിനസ് മോഡൽ സെറ്റ് ചെയ്യുന്നതിൽ പ്രധാനപ്പെട്ട കാരണം. അപ്പൊ നിങ്ങൾ ഒരു ബിസിനസ്സുകാരനാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ബിസിനസ് പരാജയപ്പെടാതിരിക്കാമെങ്കിൽ അതിനകത്ത് കസ്റ്റമേഴ്സിന് എന്തെങ്കിലും ഒരു വാല്യൂ ഇന്നോവേഷൻ ഉണ്ടായിരിക്കണം. അവിടെ കസ്റ്റമർ എക്സ്പീരിയൻസ് ആകാം, ടെക്നോളജി ആകാം, ഫാസ്റ്റ് ആകാം, കസ്റ്റമറുടെ പ്രോഫിറ്റബിലിറ്റി ആകാം, ജീവിത നിലവാരം ഉയർത്തുന്നതാകാം, എന്തുമാകാം. പക്ഷേ കസ്റ്റമേഴ്സിന്റെ വാല്യൂ ഇന്നോവേറ്റ് ചെയ്യുന്ന എന്തെങ്കിലും അതിനകത്ത് ഉണ്ടായിരിക്കണം. പിന്നെ ഒന്നുകൂടെ പറയുന്നു, വാല്യൂ ഇന്നോവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പെർമനന്റ് അല്ല, അത് ഫോർ എ ടൈം ബീങ് മാത്രമാണ്. മൊബൈൽ ഫോണിന്റെ ടെക്നോളജി ഇന്നോവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആപ്പിള് സ്മാർട്ട് ഫോണുമായിട്ട് വരുന്നു, ആൻഡ്രോയിഡുമായിട്ട് സാംസങ് വരുന്നു. അതൊരു വാല്യൂ ഇന്നോവേഷൻ ആയിരുന്നു, ഹ്യൂജ് ബൂം തന്നെയായിരുന്നു. കാരണം അതുവരെ ആരും ചെയ്തിട്ടില്ല. പക്ഷെ ഇന്ന് അതൊരു വാല്യൂ ഇന്നോവേഷൻ അല്ല, മറിച്ച് അതിനകത്ത് ധാരാളം പ്ലേയേഴ്സ് വന്നു. അവരെക്കാളും കൂടുതൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പല ടെക്നോളജി ഫീച്ചേഴ്സുമായിട്ട് പലരും വന്നുകൊണ്ടിരിക്കുന്നു. ആ മാർക്കറ്റ് ഇന്ന് ക്രൗഡഡാണ്. ഇന്നുണ്ടാക്കിയിരിക്കുന്ന ഫസ്റ്റ് മൂവർ അഡ്വാൻറ്റേജ് എന്നും അത് അങ്ങനെ തന്നെ ആയിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് തന്നെ പുതിയ പുതിയ ഫീച്ചേഴ്സും കസ്റ്റമറുടെ നീഡും മനസ്സിലാക്കിയിട്ട് പുതിയ പുതിയ അഡ്വാൻസ് ഇന്നോവേഷനിലേക്ക് മൂവ് ചെയ്തുകൊണ്ടേ ഇരിക്കുമ്പോൾ മാത്രമാണ് നിങ്ങളുടെ ബിസിനസ്സിന് സർവൈവ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ലോകത്ത് ഏറ്റവും കൂടുതൽ മൊബൈൽ ഫോൺ മാർക്കറ്റ് ഷെയർ ഹോൾഡ് ചെയ്ത നോക്കിയ ഇന്ന് നമ്മുടെ കൂടെ ഇല്ല. ഒരു കാലത്തെ സൂപ്പർ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള പ്രോഡക്റ്റ് എന്ന് ലോകം വാഴ്ത്തിപ്പാടിയ ബ്ലാക്ക്ബെറി ഇന്ന് നമ്മുടെ കൂടെ ഇല്ല. സോ അത്രയേ ഉള്ളൂ. ഒരു കാലത്ത് നമ്മൾ വലിയ സംഭവമായി ഇന്നോവേറ്റീവായി എന്ന് കരുതിയിട്ട് എന്നും അത് അങ്ങനെ ആവില്ല.
ഇന്നോവേഷൻ എന്ന് പറഞ്ഞാൽ അത് ഓരോ ദിവസവും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. കസ്റ്റമറുടെ എക്സ്പെക്ടേഷനും അപ്പുറത്തേക്ക് കസ്റ്റമറുടെ ലൈഫിനെ ഈസി ആക്കാനും പ്രോഫിറ്റബിൾ ആക്കാനും നമ്മൾ നടത്തുന്ന പരിശ്രമമാണ് ഇന്നോവേഷൻ എന്ന് പറയുന്നത്. ഈ വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. നിങ്ങളൊരു ബിസിനസ്സുകാരനാണെങ്കിൽ ഡെയിലി ഒരു ബിസിനസ് കോച്ചിങ്ങിന്റെ ഭാഗമാകാൻ എല്ലാ ദിവസവും രാവിലെ 4:30 മണി മുതൽ 5:30 മണി വരെ രാവിലെ എഴുന്നേറ്റ് ബിസിനസ്സുകാരന് വേണ്ട നല്ല ശീലങ്ങൾ ഒരു പറ്റം ബിസിനസ്സുകാരുടെ കൂടെ ബിൽഡ് ചെയ്ത് എൻ്റെ കൂടെ ലൈവ് ആയിട്ടുള്ള സൂം ട്രെയിനിങ്ങിലൂടെ എല്ലാ ദിവസവും ഒരു ബിസിനസ്സുകാരന് വേണ്ട ബിസിനസ് കോച്ചിങ്ങും മെന്ററിങ്ങും നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് മെസ്സേജ് അയക്കാം, അല്ലെങ്കിൽ കോൾ ചെയ്യാം. ഒരു പറ്റം ആളുകളുടെ കൂടെ 100ഓളം വരുന്ന ബിസിനസ്സുകാരുടെ കൂടെ ഒരു ഓൺട്രപ്രണർ എന്ന രീതിയിൽ നിങ്ങളുടെ മൈൻഡിനെ സ്ട്രെങ്തൻ ചെയ്ത് ബിസിനസ് നോളജ് ഉണ്ടാക്കിയിട്ട് എല്ലാ ദിവസവും രാവിലെയുള്ള ബിസിനസ് കോച്ചിങ് ആൻഡ് മെന്ററിംഗ് പ്രോഗ്രാമാണ് 10x ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്ന പ്രോഗ്രാം. കൂടുതൽ അറിയാൻ താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചാൽ മതി. നിങ്ങൾ GCC രാജ്യത്തിലുള്ള ആളാണെങ്കിൽ UAE സമയം 5:30 മുതൽ 6:30 വരെ സെപ്പറേറ്റ് ആയിട്ട് GCC ബാച്ചും അവൈലബിൾ ആണ്. അവിടെ 100ഓളം വരുന്ന ഓൺട്രപ്രണേഴ്സിന്റെ കൂടെ ബിസിനസ് ചെയ്തുകൊണ്ടും ബിസിനസ് പഠിച്ചുകൊണ്ടും ബിസിനസ്സിനെ 100 ഇരട്ടി ഗ്രോത്തിലേക്ക് എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു 10x ട്രാൻസ്ഫോർമേഷനിലൂടെ. കൂടുതൽ അറിയാൻ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക. ഈ കോഴ്സ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളുടെ ഫീഡ്ബാക്ക് അടക്കം മനസ്സിലാക്കിയിട്ട് മാത്രം താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്താൽ മതി. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. ദിസ് ഇസ് മീ കസാക് ബെൻജാലി. നമ്മുടെ ഓരോരോ ഘട്ടത്തിലും നടക്കുന്ന ട്രാൻസ്ഫോർമേഷൻ, മെഡിറ്റേഷൻ, അഫർമേഷൻ, ഈ വക കാര്യങ്ങളെല്ലാം കൂടി കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് ഞങ്ങളുടെ ബിസിനസ്സിൽ വളരെയധികം പുരോഗതി ഉണ്ടാക്കാൻ ഈ പ്രോഗ്രാം കൊണ്ട് സാധിക്കുന്നുണ്ട്. ചാരിതാർത്ഥ്യത്തോടുകൂടി പറയട്ടെ, നല്ലൊരു പ്രോഗ്രാമാണ്. നമുക്കിതിൽ വിജയിക്കാൻ സാധിക്കും. അതിനുള്ള എല്ലാവിധ പിന്തുണയും ബെഞ്ചാലി അക്കാഡമിയിൽ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ട്. നമ്മളൊക്കെ ഓരോരുത്തരും ഓരോ രീതിയിലും ട്രാൻസ്ഫോം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ കോഴ്സിനെ കുറിച്ച് ഞാൻ പ്രതീക്ഷിച്ചതിനും അപ്പുറം, അതായത് കഴിഞ്ഞ 1-ാം തീയതി 4 മണിക്ക് എണീക്കുന്നത് മുതൽ എൻ്റെ ജീവിതം ആ ഒരു രീതിയിൽ, എൻ്റെ ബിസിനസ് ആണെങ്കിലും ഫാമിലി ലൈഫ് ആണെങ്കിലും എല്ലാ രീതിയിലും എനിക്ക് വലിയ രീതിയിലുള്ള മാറ്റം ഉണ്ടാക്കാൻ സാധിച്ചു. ഇന്നും നമ്മൾ ഓരോ ദിവസം നമ്മൾ പ്രതീക്ഷിച്ചതിനും അപ്പുറം നമ്മൾ ക്ലോസ് ചെയ്യാൻ പറ്റാത്ത പല ബിസിനസ്സുകൾ, അതുപോലെ തന്നെ നമുക്ക് മുൻകാല ഒരു 6-7 മാസം മുന്നേ നമുക്ക് നമ്മുടെ കയ്യിൽ നിന്ന് കൈവിട്ടു പോയ ബിസിനസ്സുകൾ നമ്മൾ എത്തിപ്പെടാൻ പറ്റും എന്ന് വിചാരിക്കുന്നതിലും അപ്പുറമുള്ള ബിസിനസ്സുകളുടെ ഡിസ്കഷൻ വരെ നമ്മുടെ കയ്യിൽ എത്തുന്ന രീതിയിൽ ഇതൊരു ഒരു മാജിക് ആയിട്ട് തന്നെ നമുക്ക് തോന്നുന്നു. എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിലും ഞങ്ങളുടെ കമ്പനികൾക്കും ഒരുപാട് നേട്ടങ്ങൾ അതിനെക്കുറിച്ചുണ്ടായിട്ടുണ്ട്. അതിനുശേഷം എൻ്റെ കമ്പനിയിലുള്ള 3 പേരെ എൻ്റെ സ്വന്തം റിസ്കിൽ ഞാൻ കമ്പനിയിൽ ആഡ് ചെയ്തിട്ടുണ്ട്. നസീർ ഭായ്, ആഷിഖ് ഭായ്, ഹക്കീം. കാരണം എത്രത്തോളം ഈ ക്ലാസ് കേട്ടാൽ കമ്പനിക്കും സ്വന്തം ജീവിതത്തിലും മാറ്റം വരുമെന്ന് എനിക്ക് ഉറച്ച വിശ്വാസമുള്ളതുകൊണ്ടാണ് അവരെ ഞാൻ കമ്പനിയുടെ ചെലവിൽ ഈ കോഴ്സിൽ ചേർത്തിട്ടുള്ളത്. ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ അത്രയ്ക്കും ഇൻട്രസ്റ്റിംഗ് ആണ്. പിന്നെ ഈ കോഴ്സിൽ അറ്റൻഡ് ചെയ്തതിന് ശേഷം ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങളാണ് വന്നേക്കുന്നത്. നമ്മൾ ഏറ്റവും വലിയ മാറ്റം എന്ന് പറയുന്നത് രാവിലെ എണീക്കുക എന്ന് തന്നെയായിരുന്നു. മോർണിംഗിൽ ഒരു 4 മണിക്ക് എഴുന്നേറ്റ് ഈ ക്ലാസ് അറ്റൻഡ് ചെയ്ത് പിന്നെ നമ്മുടെ ഫിസിക്കൽ പ്രോഗ്രാംസും ഒക്കെ ചെയ്ത് വരുമ്പോൾ ഒരു ഇഷ്ടം പോലെ സമയമാണ് ഇതിലേക്ക്. പിന്നെ അതിനുശേഷം സ്വഭാവത്തിലാണെങ്കിലും ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. ദേഷ്യം ഉണ്ടായിരുന്ന വ്യക്തിയായിരുന്നു, ഇപ്പോൾ ദേഷ്യവും അങ്ങനെയുള്ള ഇതൊന്നുമില്ല. ഫാമിലിയായിട്ട് ഒരുപാട് അറ്റാച്ച്മെൻ്റായി. തീർച്ചയായിട്ടും ഒരുപാട് കാര്യങ്ങൾ നമുക്കൊക്കെ അറിയാം എന്നൊരു ചിന്തയുണ്ടായിരുന്നു. ഈ ഒരു ട്രെയിനിങ്ങിൽ വന്നതിന് ശേഷമാണ് നമുക്ക് അറിയാത്തതായിട്ടാണ് ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ എന്ന് മനസ്സിലായിട്ടുള്ളത്. വളരെ സന്തോഷമുണ്ട്. കാരണം ഇതുപോലുള്ളൊരു അവസരം കിട്ടിയിട്ട് ഉപയോഗിക്കാൻ സാധിച്ചത് ഏറ്റവും വലിയ ദൈവം എനിക്ക് തന്നിട്ടുള്ള വലിയൊരു അംഗീകാരമായിട്ട് ഞാൻ കരുതുകയാണ്. കാരണം ഇത്രയും വലിയൊരു ട്രെയിനിങ്ങിൽ പങ്കെടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ വലിയ നഷ്ടം തന്നെയാണ്.